ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് ചാപ്റ്ററിലെ ഇലക്ട്രിക് ഫ്ലക്സ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് പാർട്ട് 11 ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഓരോ പ്രോബ്ലം സൊല്യൂഷനും കണ്ട് മനസ്സിലാക്കിയ ശേഷം എഴുതി കൂടി പഠിക്കാൻ ശ്രദ്ധിക്കണം. ഏവർക്കും ഒന്നുകൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഇഫ് E ഈക്വൽ ടു 6i ക്യാപ് plus 3j cap plus 4k cap. Calculate the electric flux through a surface of area 20 units in YZ plane. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പോൾ തന്നിട്ടുള്ള ഡേറ്റ് നമുക്കൊന്ന് ആദ്യം എഴുതിയെടുക്കാം. ഇതിൽ E തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. E ഈക്വൽ ടു 6i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ്. അതുപോലെ ഏരിയയും തന്നിട്ടുണ്ട്. എ അല്ലെങ്കിൽ എസ് തന്നിട്ടുണ്ടല്ലേ, 20 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഈ 20 യൂണിറ്റ്സ് ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് YZ പ്ലെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. YZ പ്ലെയിൻ. നമ്മൾ ഏരിയ വെക്ടർ എപ്പോഴും എങ്ങനെയാണ് എടുക്കുന്നത്? പ്ലെയിനിന് നോർമൽ ആയിട്ടാണ്, അല്ലെങ്കിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഏരിയ വെക്ടർ എടുക്കുന്നത് അല്ലേ. അപ്പോൾ YZ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, YZ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ തന്നിരിക്കുന്നത് എക്സ് ആക്സിസിലുള്ളൊരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഏത് യൂണിറ്റ് വെക്ടർ കൊടുക്കും? ഐ ക്യാപ്പ് കൊടുക്കും. എക്സ് ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. ജെ ക്യാപ്പ് ഏതിനായിരിക്കും? വൈ ആക്സിസിനെ ആയിരിക്കും. കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ YZ പ്ലെയിൻ ആയതുകൊണ്ട് ഏരിയ വെക്ടർ എപ്പോഴും YZ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് എക്സ് ആക്സിസ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഏരിയയെ നമുക്ക് എങ്ങനെ എഴുതാം? 20i ക്യാപ്പ് എന്ന് എഴുതാം. ബാക്കി ഇവിടുത്തെ ജെയും കെയും യൂണിറ്റ് വെക്ടറൊക്കെ 0 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കൂടെ എഴുതാം. 0j ക്യാപ്പ് പ്ലസ് 0k ക്യാപ്പ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതാം. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല നമുക്കറിയാം. ഫൈ ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഇ ഡോട്ട് എ അല്ലേ. സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഇ ഡോട്ട് എ. ഓക്കെ, നമുക്ക് എഴുതാം. ഇയുടെ വാല്യൂസ് എല്ലാം എഴുതാം. 6i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് ഡോട്ട് പ്രോഡക്റ്റ്. ഏടത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 20i ക്യാപ് പ്ലസ് 0j ക്യാപ് പ്ലസ് 0k ക്യാപ്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് തമ്മിൽ നമുക്ക് പ്രോഡക്റ്റ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഐയുടെ നോക്കാം. ഐയുടെ ആ ഒരു കോഫിഷ്യൻ്റ് എന്താണ്? 6 ഉണ്ട് 20 ഉണ്ട്. അപ്പോൾ 20 × 6 120. ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത് 120. ഇനി 3jയും 0jയും 3 × 0 0. ഇനി 4kയും 0kയും 4 × 0 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ എന്ത് കിട്ടി? 120 യൂണിറ്റ്സ് എന്ന് കിട്ടും. 120 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈടത് നമ്മൾ എഴുതി. ഏരിയ എക്സ് ആക്സിസ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ 20i ക്യാപ്പ് കൊടുത്തു. ബാക്കിയെല്ലാം 0 0 ആണ്. പിന്നെ നമ്മളിതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്തു. സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ഈ കോഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 20 എന്ന് പറയുന്നത് 120, 3 × 0 0, 4 × 0 0. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി? 120 യൂണിറ്റ്സ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ABC ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 1 meter. Charges of 1 microcoulomb and -1 microcoulomb respectively are placed at points B and C as shown in figure. The electric field at A is. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്, 1 meter എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 2 ചാർജും തന്നിട്ടുണ്ട്. 1 മൈക്രോകൂളമ്പും -1 മൈക്രോകൂളമ്പും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരച്ചിരിക്കുന്നത്.
നമുക്ക് പേര് കൊടുക്കാം എ ബി സി. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. കൂടാതെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. മൂന്നും 60 ഡിഗ്രി ആയി, 3 ആംഗിളും എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് സൈഡ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം സൈഡ് എല്ലായിടത്തും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് എല്ലായിടത്തും 1 മീറ്റർ ആണ്. ഓക്കെ, ഇനി ബി സി എന്നീ 2 പോയിന്റിൽ 2 ചാർജ് വെച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ +1 മൈക്രോ കൂളമാണ് വച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിൽ -1 മൈക്രോ കൂളമാണ് വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് ഒന്ന് നമുക്ക് എഴുതാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ചാർജ് Q എന്ന് കൊടുക്കാം. ചാർജ് 1 മൈക്രോ കൂളം. നമുക്ക് സൈൻ നമ്മൾ എടുക്കുന്നില്ല. 1 മൈക്രോ കൂളം അതിന് നമുക്ക് 1 × 10⁻⁻6 കൂളം എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരച്ച് നോക്കാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതിൻ്റെ ഡയറക്ഷന് സെയിം ആണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷന് സെയിം ആണ് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ബി കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. അതുപോലെ സിയിലിരിക്കുന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും. നമുക്കത് വരയ്ക്കാം. ബി കാരണം എയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ നമ്മൾ പഠിച്ചു അവിടെ എന്ത് കൊണ്ടുവരിക? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരിക. അങ്ങനെ നമ്മളിവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണ്. എന്ത് കണ്ടുപിടിക്കാൻ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കൂ, ബിയും എയും രണ്ടും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഫോഴ്സ് എങ്ങനെയായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. ആ റിപ്പൾസീവ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടേത്. ബി മൂലമുള്ളതായതുകൊണ്ട് നമുക്ക് ഈ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന ചാർജ് കാരണം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിയിൽ -1 മൈക്രോ കൂളമ്പാണ്, ഒരു നെഗറ്റീവ് ചാർജാണ്. ഇവിടെ ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും ഡയറക്ഷൻ? ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ അല്ലേ? ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. അതാണ് ഈ സി എന്ന് പറയുന്നത്. സിയിലിരിക്കുന്ന ചാർജ് കാരണം ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇനി നമുക്കറിയാം ഇങ്ങനെ 2 വെക്റ്റർ കിട്ടി. ഇ ബി എന്ന് പറയും, ഇ സി എന്ന് പറയുന്ന 2 വെക്റ്റർ ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ ആയിരിക്കും അല്ലേ? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ ആയിരിക്കും. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, വെക്റ്റർ അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, 2 വെക്റ്ററിൻ്റെ 2 ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടൻ്റ് ഒരു ഡയഗണൽ രീതിയിൽ നമുക്ക് റിസൾട്ടൻ്റ് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആംഗിൾ അറിയണം. ഏത് തമ്മിലുള്ള ആംഗിളാണ് അറിയേണ്ടത്? ഈ സി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെയും ഈ ബി എന്ന വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? ഇ ബിയും ഇ സിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഈ 2 വെക്ടറിൻ്റെയും നെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കൂ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ? നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരികയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആവും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇത്ര ഭാഗം, ഈ ഒരു പോർഷൻ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇത്രയും ഭാഗം എത്രയാവും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 180യിൽ നിന്നും 60 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും.
അപ്പോൾ നോക്കിയേ, ഒരു സ്ട്രെയിറ്റ് ലൈനിന് ഉള്ള മൊത്തം ടോട്ടൽ ആംഗിൾ എത്രയായി മാറി? 120 + 60 180 ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടി. ഇ ബിയും ഇ സിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ നമുക്ക് എന്ത് കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വെക്റ്റർ അഡീഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് കാണാനുള്ള ഫോർമുല +1 പഠിച്ചിട്ടുണ്ട്. റിസൾട്ടൻ്റ് ഈക്വൽ ടു √p² + q² + 2pq cos θ. ഇത് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? 2pq എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ തമ്മിലുണ്ടാക്കുന്ന രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് കാണുന്നതിനുള്ള ഫോർമുലയാണ് √p² + q² + 2pq cos θ. ഇപ്പോൾ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ നെറ്റ് എന്ന് കൊടുക്കാം. റിസൾട്ടൻ്റ് ഈ നെറ്റാണ്. √p എന്ന വെക്റ്ററിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? ഇ ബി സ്ക്വയർ, ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇ സി പ്ലസ് ഇ സി സ്ക്വയർ പ്ലസ് 2EB ഇ സി കോസ് തീറ്റ. തീറ്റ എത്രയാണ്? 120. ഓക്കെ. അപ്പോൾ നമുക്ക് ഇ ബി ഇ സി ഇതെല്ലാം എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഇക്വേഷൻ വഴി എഴുതാം. നമുക്കാദ്യം ഇ ബി എഴുതാം. ഇ എഴുതാം. ഇ ഈക്വൽ ടു നമുക്ക് ഫോർമുല ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എഴുതാം. നമുക്കറിയാം K × Q/r² അല്ലേ? K × Q/r² ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയാണ്. നമുക്കിതിൽ കെയുടെ വാല്യൂ അറിയാം. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ Q/r². ഇനി നമുക്ക് ഇതിൽ നിന്നും ഇ എയും ഇ ബിയും എഴുതാം. ഇ എ ഈക്വൽ ടു 9 × 10⁻⁹ Q എന്ന് പറയുന്നത് എത്രയാണ്? 1 × 10⁻⁻6. അത് എഴുതി /r². r എന്ന് പറയുന്നത് 1 മീറ്റർ, 1². ഇത് നമുക്ക് ചെയ്യുമ്പോൾ 9 × 10⁻⁹ 10⁻⁻6 10 ക്യൂബ് വരും അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് Nm/Coulomb. ഇത് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് ഇ ബി എഴുതാം. ഇ ബി ഈക്വൽ ടു ഇതുപോലെ 9 × 10⁻⁹ Q എന്ന് പറയുന്നത് 1 × 10⁻⁻6 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 1². സെയിം വാല്യൂവിനെ കിട്ടും അല്ലേ? 9 × 10³ Nm/Coulomb. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇ എയും ഇ ബിയും രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഇ എ ഈക്വൽ ടു ഇ ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാം. അതായത് എത്രയാണ് വാല്യൂ? 9 × 10³ Nm/Coulomb അല്ലേ? നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇ എയും ഇ ബിയും നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ നെറ്റ് ഈക്വൽ ടു ഇ ബിക്ക് പകരം എന്ത് കൊടുത്താൽ മതി? ഇ കൊടുത്താൽ മതി. E² പ്ലസ് EC². സ്റ്റുഡൻസ് ഒന്ന് നോക്കുക, ഇവിടെ ഇ എ അല്ലായിരുന്നു, എന്തായിരുന്നു? ഇ സി ആയിരുന്നു അല്ലേ? സി കാരണം എയിലുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഇ സി ആയിരുന്നേ. അപ്പോൾ ഇവിടെയും അതുപോലെ ഇ എക്ക് വരെ ഇ സി ആണേ. മനസ്സിലായില്ലേ? ഇ സി. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇ ബി സ്ക്വയറിന് പകരം E² എഴുതി, പ്ലസ് ഇ സി സ്ക്വയറിന് പകരം എന്ത് എഴുതാം? ഇ സി ഈക്വൽ ടു ഇ ആണ്, E² തന്നെ എഴുതാം, പ്ലസ് 2EB EC. അപ്പോൾ 2E × E cos 120. cos 120യുടെ വാല്യൂ എന്ന് പറയുന്നത് cos 120യുടെ വാല്യൂ -1/2 ആണ്. -1/2 ഇൻറ്റു -1/2. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. √E² പ്ലസ് E² 2E². ഇവിടെ പ്ലസ് 2E² ഇൻറ്റു -1/2. ഈ 2 ക്യാൻസൽ ചെയ്യാം. ബാലൻസ് വരുന്നത് 2E² പ്ലസ് E² ഇൻറ്റു -1.
അപ്പോൾ ഇ സ്ക്വയറിൻ്റെ -1 ആകുമ്പോൾ -e². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √e² എന്ന് കിട്ടി. അപ്പോൾ ഇ സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? ഇ എന്ന് കിട്ടി. അപ്പോൾ ഈ നെറ്റ് നമുക്ക് എന്ത് കിട്ടി? ഇ എന്ന് കിട്ടി. ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 9 × 10⁻³ N/Coulomb. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E = 8000 N/Coulomb passing through a flat square area A = 10 m². Determine electric flux. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുണ്ട് E = 8000 N/Coulomb. ഏരിയ തന്നിട്ടുണ്ട് 10 m². കണ്ടുപിടിക്കേണ്ടത് ഫൈ ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം EA അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് ഇൻറ്റു ഏരിയ ഇട്ട് കൊടുത്താൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. 8000 × 10 180,000 കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 8 × 10⁻⁴. ഫ്ലക്സിൻ്റെ യൂണിറ്റ് Nm²/Coulomb. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇയുടെയും എയുടെയും വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 cm ഹാസ് ആൻ അൺനോൺ ചാർജ്. If the electric field 20 cm away from the center of the sphere is 1.5 × 10⁻³ N/Coulomb and points radially inward, what is the net charge on the sphere? അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 6 തന്നിട്ടുണ്ടല്ലേ? ഇവിടെ സ്ഫിയറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 10 cm. അല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ സ്ഫിയർ എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 cm ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 20 cm ആണ്. 6 എന്ന് പറയുന്നത് 20 cm ആണ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് 20 cm ആണ്. ഇത് സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്, ഇതല്ല. ആ ഡിസ്റ്റൻസ് എത്ര അകലത്തിലിരിക്കുന്നു എന്നുള്ളതാണ് 6. അപ്പോൾ 20 cm നമ്മൾ എന്ത് ചെയ്യുക? മീറ്ററിലോട്ടാക്കുക. 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ മീറ്ററിലോട്ടാക്കി. ഓക്കെ, അപ്പോൾ 6 കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലേ? ഇയുടെ വാല്യൂ എത്രയെന്ന് തന്നിട്ടുണ്ട്? 1.5 × 10⁻³. അപ്പോൾ ഇയുടെ വാല്യൂ നമുക്ക് അതുപോലെ എഴുതാം. 1.5 × 10⁻³ N/Coulomb. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ നെറ്റ് ചാർജ്? ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി എത്ര അകലത്തിലാണ് ചാർജ് ഇരിക്കുന്നതെന്നുള്ളത് തന്നിട്ടുണ്ട്. 20 × 10⁻² മീറ്റർ. പിന്നെ തന്നിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 1.5 × 10⁻³. കണ്ടുപിടിക്കേണ്ടത് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എഴുതാം. E = K × Q/r². ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ K നമുക്കറിയാം. K = 9 × 10⁻⁹. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 1.5 × 10⁻³ = കെയുടെ വാല്യൂ 9 × 10⁻⁹. Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. Q അതുപോലെ എഴുതാം. r², അതായത് 20 × 10⁻²². ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് Q എഴുതണം. Q = 1.5 × 10³ × 20 × 10⁻²² / 9 × 10⁹. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഞാൻ എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് ചെക്ക് ചെയ്യുക. 6.67 × 10⁻⁻9 കൂളോം. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് ഇടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന നെറ്റ് ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലക്സ് ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് E = 3 × 10³ N/Coulomb through a cube of side 20 cm oriented so that its faces are parallel to coordinate plane. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഈ ക്യൂബിൽ കൂടെ
ആ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ക്യൂബ് കൊണ്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നതിന് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരു സർഫസാണ്. അപ്പോൾ ഈ ഒരു സർഫസിൽ വന്ന് വീഴുന്നു. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സർഫസ് ആണല്ലേ. ഈ ലൈൻസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്തു. എന്നിട്ട് ഈ സൈഡിൽ കൂടെ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലീവ് ചെയ്തു പോയി, പുറത്തോട്ട് പോയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് വരച്ചു നോക്കാം. ഈയുടെ ഡയറക്ഷൻ നമുക്കറിയാം. ഈയുടെ ഡയറക്ഷൻ നമ്മൾ വരച്ചു. ഈയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഈ ഒരു സർഫസിനെ നമുക്ക് കൺസിഡർ ചെയ്ത് ആദ്യം നോക്കാം. ഈ ഒരു സർഫസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി നമുക്ക് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. ഏരിയ വെക്ടർ എയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. ഈ സർഫസിന് നോർമലായിട്ട് വരയ്ക്കുക. അതാണ് ഏരിയ വെക്ടർ. സർഫസിന് നോർമൽ. അപ്പോൾ എങ്ങോട്ടായിരിക്കും? ഈ സർഫസിന് നോർമൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫ്ലക്സ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ഫ്ലക്സ് ആയിരിക്കും അല്ലേ. നെഗറ്റീവ് ഫ്ലക്സ് ആയിരിക്കും ഈ ഒരു റീജിയനിൽ ഉണ്ടാവുന്നത്. നെഗറ്റീവ് ഫ്ലക്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സർഫസിൻ്റെ കാര്യം നോക്കാം. ഇവിടെ നമ്മൾ ഈയുടെ ഡയറക്ഷൻ വരയ്ക്കുന്നു. ഈയുടെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനാണ്. ഈയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നമുക്കറിയാം. ഇനി ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ വരയ്ക്കുക. ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ന് വെച്ചാൽ ഇതിന് നോർമലായിട്ട്. അപ്പോൾ അതേ ഡയറക്ഷൻ തന്നെയാണല്ലേ. ഈയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫൈ ആണ് അല്ലേ. പോസിറ്റീവ് ഫ്ലക്സ് ആണ്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായി മാറും? -5 + +5. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്തായി മാറി? 0 ആയി മാറി. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒരു ക്യൂബിൽ കൂടി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പറയാം. അതായത് ഇവിടെ കടന്നുപോയ അത്രയും എണ്ണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ ആയിരിക്കും ഈ സർഫസിൽ നിന്ന് പുറത്തു പോകുന്നത്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡേഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലീവിങ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ എണ്ണം തുല്യമായതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് എന്താണെന്ന് പറയാം? 0 ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷൻ ആയിരിക്കും. അതാണ് നമ്മളിവിടെ ഈയുടെ ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തത്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എങ്ങനെയാണ്? സർഫസിന് നോർമൽ ആയിരിക്കണം. അതുപോലെ എങ്ങനെയായിരിക്കണം? ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. സർഫസിന് നോർമലും ആയിരിക്കും, ഔട്ട്വേർഡ് ഡയറക്ഷനും ആയിരിക്കും. ഈ സർഫസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഏരിയയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലിട്ട് ഈ എന്ന് വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയത്. ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിലോ ഇവിടുത്തെ ഏരിയ വെക്ടറിൻ്റെ ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ള നോർമൽ വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ഫ്ലക്സ് വന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഫ്ലക്സ് വന്നത്. നെറ്റ് ഫ്ലക്സ് 0 ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E = 3 × 10³ I cap Newton/Coulomb. ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. എ, വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ എ സ്ക്വയർ ഓഫ് 10 cm ഓൺ എ സൈഡ് whose plane is parallel to the YZ plane. B, what is the flux through the same square if the normal to its plane makes a 60° with the x-axis? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ E തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് എഴുതാം. E = 3 × 10³ I cap Newton/Coulomb. I ക്യാപ്പിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് X ഡയറക്ഷനാണ്. I ക്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി
ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനാണ്. ജെ ക്യാപ്പ് ആയിരുന്നെങ്കിൽ വൈ ഡയറക്ഷൻ, ഇസഡ് ക്യാപ്പ് ആയിരുന്നെങ്കിൽ കെ ക്യാപ്പ് ആയിരുന്നെങ്കിൽ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പ്ലെയിൻ പാരലൽ ടു വൈ ഇസഡ് പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് ഏരിയ എന്ന് പറയുന്നത്, പ്ലെയിൻ ഏരിയ എന്ന് പറയുന്നത് പാരലൽ ടു വൈ ഇസഡ് പ്ലെയിൻ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പം പാരലൽ ടു വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഈ പ്ലെയിനെ നോർമലായിട്ട് വരയ്ക്കുക അല്ലേ. അപ്പോൾ ഈ വൈ ഇസഡ് പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും അല്ലേ, എക്സ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. നമുക്ക് എക്സ് ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും എക്സ് ഡയറക്ഷൻ ആണ്, അതുപോലെ ഏരിയ വെക്റ്ററും എക്സ് ഡയറക്ഷൻ ആണ്. അപ്പോൾ തമ്മിൽ ഒരു ആംഗിളും ഉണ്ടാക്കുന്നില്ല അല്ലേ, രണ്ടും ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും എക്സ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. കാര്യം മനസ്സിലായോ? ഈയുടെ ഡയറക്ഷൻ നമ്മൾ എക്സ് ഡയറക്ഷൻ ആണെന്ന് കണ്ടു. പിന്നെ ഏരിയ പാരലൽ ടു വൈ സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിൻ്റെ നോർമലായ എക്സ് ആക്സിസിലാണ്. അതുകൊണ്ട് ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഫൈയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇയുടെയും ഏരിയയുടെയും സ്കേലാർ പ്രോഡക്റ്റ് ആണ്. നമുക്കതിനെ ഡോട്ട് പ്രോഡക്റ്റ് മാറ്റി ഇ എ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ നമ്മൾ എഴുതി. ഇനി ഇതിൽ എ തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫീൽഡ് ത്രൂ എ സ്ക്വയർ ഓഫ് 10 സെൻറ്റിമീറ്റർ ഓൺ സൈഡ്. ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കാണണം. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ സൈഡ് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്തോന്നിലോട്ടാക്കണം? മീറ്ററിലോട്ടാക്കണം. അപ്പോൾ 10 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ. അപ്പോൾ ഏരിയ നമുക്ക് അങ്ങനെ കിട്ടി. തീറ്റ 0 ആണ്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫൈ ഈക്വൽ ടു ഇയുടെ വാല്യൂ 3 ഇൻറ്റു 10³ എയുടെ വാല്യൂ 10 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ, -2 ഹോൾ സ്ക്വയർ. കോസ് തീറ്റ എത്രയാണ്? കോസ് 0 ആണ് അല്ലേ. കോസ് 0യുടെ വാല്യൂ 1 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത്രയും ടൈം 1 ആയി മാറി അല്ലേ. ഇത്രയും ടൈം 1 ആയി മാറി. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കി ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിച്ചു, ഏരിയ വെക്റ്റർ കണ്ടുപിടിച്ചു. ഏരിയ വെക്റ്റർ നമ്മുടെ ഡയറക്ഷൻ നോക്കി, രണ്ടിൻ്റെയും ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി തീറ്റ ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലായി. പിന്നെ ക്വസ്റ്റ്യനിൽ ആ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഏരിയ എഴുതി, അതിനെ SI യൂണിറ്റിലോട്ടെല്ലാം മാറ്റി. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ A പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ B പാർട്ട് നോക്കാം. B പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന സെയിം സ്ക്വയർ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഏരിയ വെക്ടറുമായിട്ട് അതുണ്ടാക്കുന്ന ഡിഗ്രി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അതായത് ആ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. അതായത് ഇയും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഫ്ലക്സ്? അപ്പോൾ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. ഓക്കെ, ഇയുടെ വാല്യൂ 3 ഇൻറ്റു 10³ എയുടെ വാല്യൂ 10 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ കോസ് 60. കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. കോസ് 60യുടെ വാല്യൂ 1/2. അപ്പോൾ കോസ് 60ക്ക് പകരം 1/2 കൊടുക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 50 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കി കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 4 millimeter away ഫ്രം ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ നമുക്ക്
ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് r ഈക്വൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട് 4 മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. r എഴുതി. ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 പ്രോട്ടോണിൻ്റെ ചാർജിന് ഈക്വലാണ്. 2 പ്രോട്ടോൺ ചാർജിന് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 2 പ്രോട്ടോൺ ചാർജിന് ഈക്വലാണ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്കറിയാം 2 ഉണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹. ഓക്കെ, കൂളാം. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് Q എന്ന് പറയുന്നത് എത്രയാണ്? 2 × 1.6 × 10⁻⁻⁹ കൂളം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. E = 1/4πε0 അല്ലെങ്കിൽ K എന്ന് എഴുതാം × Q/r². ഓക്കെ, ഇതിൽ 1/4πε0 അല്ലെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. E = 9 × 10⁻⁹ × Qയുടെ വാല്യൂ ഇത് ഇത്രയും 2 × 1.6 × 10⁻⁻⁹ ഡിവൈഡഡ് ബൈ r². അതായത് 4 × 10⁻³ മാത്രം പോരാ, സ്ക്വയറും കൂടെ വേണം, അത് മറക്കരുത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് = 1.8 × 10⁻⁴. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ 1.8 × 10⁻⁴ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആൽഫ പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 പ്രോട്ടോണിന് ഈക്വലാണ്. അതായത് 2 × 1.6 × 10⁻⁹ എന്ന് എടുക്കാൻ മറക്കരുത്. പിന്നെ ഇക്വേഷൻ ഇതാണ്. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ r² സ്ക്വയർ ഇടാനും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഷോസ് ട്രാക്സ് ഓഫ് 3 ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഗിവ് the signs of the 3 charges. Which particle has the highest charge to mass ratio? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു 3 പാർട്ടിക്കിളിൻ്റെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴുള്ള ഒരു ട്രാക്കാണ്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ട്രാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് ഇത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 3 ചാർജിൻ്റെയും സൈൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ആദ്യം ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് പ്ലേറ്റ് ആണ്. പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. താഴെ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലോട്ട് ഏതൊക്കെ പാർട്ടിക്കിളാണ് അങ്ങോട്ട് പോകുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് പ്ലേറ്റിലോട്ടൊന്ന് ചാഞ്ഞു പോകുന്നുണ്ടല്ലേ, ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ. ഇത് രണ്ടും പോസിറ്റീവ് പ്ലേറ്റിൽ അങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും പാർട്ടിക്കിൾ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് നമുക്ക് മനസ്സിലായി. ഈ മൂന്നാമത്തെ പാർട്ടിക്കിൾ നോക്കൂ. മൂന്നാമത്തെ പാർട്ടിക്കിൾ ഏത് പ്ലേറ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്? നെഗറ്റീവ് പ്ലേറ്റിലോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് വരണമെങ്കിൽ എന്തായിരിക്കും ഈ പാർട്ടിക്കിൾ? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ പാർട്ടിക്കിൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. എല്ലാത്തിൻ്റെയും സൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെയും രണ്ടാമത്തെയും പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജാണ്, മൂന്നാമത്തെ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാർട്ടിക്കിൾ ഹാസ് ദ ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ ഈ 3 പാർട്ടിക്കിളിലും ഏതിനാണ് കൂടുതൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചാർജ് ടു മാസ് റേഷ്യോ, അതായത് Q/m, ചാർജ് ടു മാസ് റേഷ്യോ ഏതിനാണ്, ഏത് പാർട്ടിക്കിളിനാണ് കൂടുതലെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഈ 3 പാർട്ടിക്കിളിലും ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചത് ഏത് പാർട്ടിക്കിളിനാണ്? ഏറ്റവും കൂടുതൽ അടുത്തോട്ട് വന്നിരിക്കുന്നത് 3ാമത്തെ പാർട്ടിക്കിളാണ്. അതായത് നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്തു? ഈ ഒരു പാർട്ടിക്കിളിനെ വലിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ ഇവിടുത്തെ പാർട്ടിക്കിളിന് എന്ത് ഉണ്ടായി? ഒരു ആക്സിലറേഷൻ ഉണ്ടായല്ലേ? ഒരു ആക്സിലറേഷൻ ഉണ്ടായതുകൊണ്ടാണ് അത് ഈ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ചാഞ്ഞ് ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ 3ാമത്തെ പാർട്ടിക്കിളിനാണ് ആക്സിലറേഷൻ കൂടുതൽ അല്ലേ? 3ാമത്തെ പാർട്ടിക്കിളിനാണ് ആക്സിലറേഷൻ കൂടുതൽ, കാരണം ഡിഫ്ലക്ഷൻ കൂടുതൽ ഈ 3ാമത്തെ പാർട്ടിക്കിളിനായിരുന്നു. ഇനി നമുക്ക് എഫിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം. എഫ് ഈക്വൽ ടു എം എ, നമുക്കറിയുന്ന ഇക്വേഷനാണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എ. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു, എഫിൻ്റെ മറ്റൊരു ഇക്വേഷൻ പഠിച്ചു, ക്യൂ ഇൻറ്റു ഇ അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷനും കമ്പൈൻ ചെയ്ത് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു എം എയും എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ. അതിന് നമുക്ക് രണ്ടും എഫ് ആയതുകൊണ്ട് നമുക്ക് എം എ ഈക്വൽ ടു ക്യൂ ഇ എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഈ 2 ഇക്വേഷനെയും കൂടെ നമ്മൾ ഈക്വലായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇതിൽ നിന്നും നമുക്ക് എ മാത്രമായിട്ട് എഴുതാം, ആക്സിലറേഷൻ മാത്രമായിട്ട് എഴുതാം. എ ഈക്വൽ ടു ക്യൂ ഇ ബൈ എം. ക്യൂ ഇ ബൈ എം നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലായി? ക്യൂ ബൈ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ആക്സിലറേഷൻ കൂടുകയാണെങ്കിൽ ക്യൂ ബൈ എം എന്തായിരിക്കും? കൂടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ ബൈ എം ഏത് പാർട്ടിക്കിളിനായിരിക്കും കൂടുതൽ വരുന്നത്? ആക്സിലറേഷൻ കൂടിയത് ഏതാണ്? തേർഡ് പാർട്ടിക്കിൾ ആണല്ലേ? അപ്പോൾ തേർഡ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ കൂടുതലായതുകൊണ്ട് ക്യൂ ബൈ എം, അതായത് ചാർജ് ബൈ മാസ് റേഷ്യോയും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ബി പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്കിളിനാണ് ക്യൂ ബൈ എം റേഷ്യോ കൂടുതൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ പറയാം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ക്യൂ ബൈ എം റേഷ്യോ ആർക്കാണ്, ഈ 3 പാർട്ടിക്കിളിലും ആർക്കാണ് കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആക്സിലറേഷൻ കൂടിയത് 3ാമത്തെ പാർട്ടിക്കിളാണ് നമ്മൾ കണ്ടു. കാരണം ആക്സിലറേഷൻ കൂടുതലായതുകൊണ്ടാണ് ഈ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് പെട്ടെന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നത് അല്ലേ? ഈ 2 പാർട്ടിക്കിളിനെ അപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങ് ചാഞ്ഞ് വന്നത് ഏതാണ്? ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നത് ഏതാണ്? 3ാമത്തെ പാർട്ടിക്കിളാണ്. അപ്പോൾ അതിന് ആക്സിലറേഷൻ കൂടുതലാണ് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എഫിൻ്റെ ഫോർമുലകൾ എഴുതി, എം എ യു എഴുതി, ക്യൂ ഇ എഴുതി, രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ആക്സിലറേഷൻ്റെ ഫോർമുലയും എഴുതി. എ ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം എന്ന് പറയുന്ന ആക്സിലറേഷൻ ഫോർമുല എഴുതി. പിന്നെ നമുക്കറിയാം 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ്. ഈ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല, എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പ്ലേറ്റിനിടയിൽ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ കൂടുകയാണെങ്കിൽ, ആക്സിലറേഷൻ കൂടുകയാണെങ്കിൽ ഏത് ക്വാണ്ടിറ്റി മാത്രമേ കൂടാൻ സാധ്യതയുള്ളൂ? ക്യൂ ബൈ എം എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ കൂടാൻ സാധ്യതയുള്ളൂ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ? എ കൂടിയാൽ ക്യൂ ബൈ എമ്മും കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ കൂടുതലുള്ള പാർട്ടിക്കിൾ ഏതാണ്? തേർഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ എ കൂടിയോണ്ട് അവയുടെ ചാർജ് ബൈ മാസ് റേഷ്യോയും ഉറപ്പായും കൂടുതലായിരിക്കും. ഇതോടുകൂടി പാർട്ട് 11 വീഡിയോ അവസാനിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ.